ഹലോ, ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ജെനറ്റിക്സ് 1 എന്ന, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതെനിക്ക് തോന്നുന്നു ബയോളജിയിൽ ഏറ്റവും കൂടുതൽ കൺസെപ്റ്റ്സ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ ബാക്കിയെല്ലാം എന്താ പറയുക, ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടന്നിട്ടുള്ളൊരു ഭാഗമാണ് ഈ ജെനറ്റിക്സ് 1 അല്ലെങ്കിൽ ജെനറ്റിക്സ് 2. അതിൽ ജെനറ്റിക്സ് 1 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതുപോലെ നെക്സ്റ്റ് ചാപ്റ്റർ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് മിക്കവാറും എക്സാംസിന് നമുക്ക് കിട്ടാറുണ്ട്. എനിവേ മോർ ദാൻ 6 ക്വസ്റ്റ്യൻസ് യു വിൽ ബി ഗെറ്റിംഗ് ഫോർ ഷുവർ ഫോർ യുവർ നീറ്റ് എക്സാമിനേഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യമൊന്നും ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, എന്തുകൊണ്ട് ആന പുലിയെപ്പോലെ ഇരിക്കുന്നില്ല ഉണ്ടോ? ഹാവ് യു എവർ വണ്ടേർഡ് വൈ എൻ എലിഫൻറ്റ് ഓൾവേസ് ഗീവ് ബർത്ത് ഓൺലി ടു എ ബേബി എലിഫൻറ്റ്? അപ്പോൾ അതുപോലെയുള്ള പാരഗ്രാഫൊക്കെയാണ് ഫസ്റ്റ് ഉള്ളത്. അവിടെ ഒന്നും കാര്യമായിട്ട് നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു സ്കോപ്പ് അവിടെ ഇല്ല. പക്ഷേ ഇതിൻ്റെ തേർഡ് പാരഗ്രാഫ്, സി this subject deals with the inheritance as well as the variation of characters from parents to offspring. Inheritance is a process by which characters are passed on from parent to progeny. അപ്പോൾ ഈ പാരൻസിൽ നിന്ന് പ്രോജനിയിലേക്ക് പോകുന്ന ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് അപ്പോൾ നമുക്കറിയാം, അച്ഛൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ കുറേ സ്വഭാവങ്ങൾ മകന് കിട്ടുന്നു, അച്ഛൻ്റെ കുറേ പ്രകൃതങ്ങളൊക്കെ മകന് കിട്ടുന്നു. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഈ ഇൻഹെറിറ്റൻസിൻ്റെ ഭാഗമാണ്. ആൻഡ് ഇൻഹെറിറ്റൻസ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി. സി ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ ക്വസ്റ്റ്യൻ. എന്താണ് ഹെറിഡിറ്റിയുടെ ബേസിസ്? ഇൻഹെറിറ്റൻസ് ഈസ് ദ ബേസിസ് ഓഫ് ഹെറിഡിറ്റി. സോ ഇത് നമുക്ക് തേർഡ് പാരഗ്രാഫ് നമുക്ക് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നൗ വാട്ട് ഈസ് വേരിയേഷൻ? ഇറ്റ് ഈസ് ദ ഡിഗ്രി ബൈ വിച്ച് ദ പ്രോജനി ഡിഫേഴ്സ് ഫ്രം ദർ പാരൻസ്. അതായത് നമ്മളിപ്പോൾ ഓസ്പ്രിങ്സ് ഉണ്ടാകുമ്പം അവർ പാരൻസിൽ നിന്ന് എന്ത് ചെയ്യും? ഡിഫർ ചെയ്യും. അവരുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് പാരൻസിനൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഡിഫറെൻറ്റ് വേരിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് നേച്ചർ ആയിരിക്കും ആ പ്രോജനിക്ക് ഉണ്ടാവുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പാരൻസിൽ നിന്നും പ്രോജനിക്ക് ഉണ്ടാകുന്ന ഡിഫറൻസിനാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. സോ വേരിയേഷൻ ഈസ് ദ ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫേഴ്സ് ഫ്രം ദ പാരൻസ്, റൈറ്റ്? ഇനി ഒരു 8000 to 1000 BC മുമ്പ് തന്നെ ഹ്യൂമൻസിന് എന്തറിയായിരുന്നു? ഈ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഈ വേരിയേഷന് കാരണം എന്നുള്ളത് ഹ്യൂമൻസിന് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അപ്പം തന്നെ ആ ടൈമിൽ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബ്രീഡിങ് നടക്കുമ്പോൾ അതെന്തായാലും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ബ്രീഡിങ്ങിലൂടെ ക്രോസ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി, എനിക്ക് ഏറ്റവും നല്ലൊരു നേച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു മെയിൽ അതുപോലെ ഒരു ഫീമെയിലിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോജനി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഓക്കെ, സോ ഹ്യൂമൻസ് വർ നോയിങ് ദാറ്റ് the causes of variation was hidden in sexual reproduction. Now they exploited the variations that were naturally present in the wild populations of plants and animals to selectively breed and select for organisms that possessed desirable characters. അപ്പോൾ എനിക്ക് വേണ്ട ക്യാരക്ടേഴ്സ് എന്താണോ അത് കിട്ടാൻ വേണ്ടി വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു? ഈ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്, അതുപോലെ ഈ വൈൽഡ് പോപ്പുലേഷൻ സെലക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു. സി ഫോർ എക്സാമ്പിൾ, ത്രൂ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ, ഈ രണ്ട് പ്രക്രിയകൾ ഏതൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഫ്രം ആൻസിസ്ട്രൽ വൈൽഡ് ഗൗസ്. അങ്ങനെ ഉണ്ടായിരുന്ന ആൻസിസ്ട്രൽ വൈൽഡ് ഗൗസ് എന്നാണ് ഇപ്പോൾ നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്? സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ്. അപ്പോൾ നമ്മളോട് ചോദിക്കുക, സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ് എവിടെ നിന്നാണ്? അമേരിക്കൻ ബ്രീഡാണോ? അല്ല, നമ്മുടെ നാട്ടിലെ വൈൽഡ് കൗസിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ് വന്നിരിക്കുന്നത്. സി ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ ക്വസ്റ്റ്യൻ. Now again we must however recognize that though our ancestors knew about the inheritance of characters and variation, they had very little idea about the scientific basis. അവർക്ക് എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതും ഈ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്താണ്? ഒരു വലിയ ഐസ്ബർഗിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിനകത്ത് വളരെ ചെറിയ പോർഷൻ മാത്രമാണ് നമ്മുടെ ആര് മനസ്സിലാക്കിയത്? നമ്മുടെ പൂർവികർ മനസ്സിലാക്കിയിരുന്നത്. ഇനി നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ടേബിൾ, അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് ഡോമിനൻറ്റ് ട്രേറ്റും ഉണ്ട്, റിസസീവ് ട്രേറ്റും ഉണ്ട്. ഇതൊക്കെ നമ്മളാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡോമിനൻറ്റ്, ഇത് റിസസീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണ് എന്ത് ചെയ്തത്? ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ സീഡ് ഷേപ്പിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് സീഡ്സ് ഉണ്ട്. റൗണ്ട് സീഡ്സും ഉണ്ട്, റിങ്കിൾ സീഡ്സും ഉണ്ട്. അതിൽ റൗണ്ടാണ് ഡോമിനൻറ്റ് ട്രേറ്റ്,
റിസസീവ് ആണ് റിങ്കിൾഡ്, റൈറ്റ്. അതുപോലെ സീഡ് കളർ, യെല്ലോ അഗെയിൻ ഈസ് ദ ഡോമിനൻറ്റ് ട്രേറ്റ് ആൻഡ് ഗ്രീൻ ഈസ് ദ റിസസീവ് ട്രേറ്റ്. ഇനി നമ്മൾ ഫ്ലവർ കളർ എടുക്കുകയാണെങ്കിൽ വയലറ്റ് ആണ് ഡോമിനൻറ്റ്, ഏതല്ല, വൈറ്റ് അല്ല. ആൻഡ് വൈറ്റ് ഈസ് ദ റിസസീവ് ഇൻ ഫ്ലവർ കളർ. Now what about the pod shape? Pod shapeൽ ഫുള്ളും ഉണ്ട്, കൺസ്ട്രിക്റ്റഡും ഉണ്ട്. സോ ഫുൾ ഈസ് ദ ഡോമിനൻറ്റ് ആൻഡ് കൺസ്ട്രിക്റ്റഡ് ഈസ് ദ റിസസീവ്. ഇനി പോഡ് കളർ ആണെങ്കിൽ ഗ്രീൻ ഈസ് ദ ഡോമിനൻറ്റ്, യെല്ലോ ഈസ് ദ റിസസീവ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഫ്ലവർ കളറിൽ വയലറ്റ് ആയിരുന്നു ഡോമിനൻറ്റ്, പക്ഷേ പോഡ് കളറിൽ ഗ്രീൻ ഈസ് ദ ഡോമിനൻറ്റ് ആൻഡ് യെല്ലോ ഈസ് ദ റിസസീവ്, റൈറ്റ്. പക്ഷേ സീഡ് കളറിൽ ഇതേ യെല്ലോ ആണ് ഡോമിനൻറ്റ് ആൻഡ് ഗ്രീൻ ഈസ് ദ റിസസീവ്. സോ അപ്പോൾ ഇതൊന്നും കൺഫ്യൂസ് ആകാൻ പാടില്ല, കാരണം ഇത് ചിലപ്പോൾ അവർ പെയറായിട്ടായിരിക്കും കൊടുക്കുക. വിച്ച് among the following are the dominant traits? അപ്പോൾ ഡോമിനൻറ്റ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ സീഡ് കളർ, നോ ദാറ്റ് ഈസ് റോങ്. ഗ്രീൻ സീഡ് കളർ റിസസീവ് ആണ്, യെല്ലോ സീഡ് കളറാണ് ഡോമിനൻറ്റ്, അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ പോഡ് കളർ എടുക്കുകയാണെങ്കിൽ പോഡ് കളറിൽ ഗ്രീൻ ആണ് ഡോമിനൻറ്റ്, റൈറ്റ്. ഇനി ഫ്ലവർ പൊസിഷനിൽ ഏതാണ്? ആക്സിയലും ഉണ്ട്, ടെർമിനലും ഉണ്ട്. ആക്സിയൽ ഈസ് ദ ഡോമിനൻറ്റ് ട്രേറ്റ് ആൻഡ് ടെർമിനൽ ഈസ് ദ റിസസീവ് ട്രേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. സ്റ്റെം ഹൈറ്റിൽ ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. വി നോ ദ ടോൾ ഈസ് ദ ഡോമിനൻറ്റ് ആൻഡ് ഡോർഫ് ഈസ് ദ റിസസീവ് ട്രേറ്റ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മെൻഡൽ എന്ന് പറയുന്നത് ഒരു വൈദികനാണ്, ഒരു പുരോഹിതനാണ്, ഒരു ആശ്രമത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഒരു പുരോഹിതൻ. So it was during the mid-19th century that headway was made in the understanding of inheritance. ഈ ഇൻഹെറിറ്റൻസിനെ പറ്റിയുള്ള മെയിനായിട്ടുള്ള ഗ്രാഹ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ഈ 19th സെഞ്ചുറിയിലാണ്. ആരാണ്? ഗ്രിഗർ ജോൺ മെൻഡൽ, G.J. മെൻഡൽ. ഗ്രിഗർ ജോൺ മെൻഡൽ കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഗാർഡൻ പീസ്. ഓക്കെ. എന്തിലാണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്? ഗാർഡൻ പീസിലാണ് കണ്ടക്ട് ചെയ്തത്. ആ മനുഷ്യനെ എത്ര കാലം ഗാർഡൻ പീസിൽ കണ്ടക്ട് ചെയ്തു? ഫോർ അറൗണ്ട് 7 years. 7 വർഷം ഗാർഡൻ പീസിൽ ഇദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് നടത്തി. അങ്ങനെയാണ് നമുക്ക് ഇക്കാലത്ത് കിട്ടിയിരിക്കുന്ന എല്ലാ അറിവിൻ്റെയും തുടക്കം. ഓക്കെ. അവിടെ നിന്നാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഗ്രിഗർ ജോൺ മെൻഡൽ ഹി കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഗാർഡൻ പീസ് ഫോർ 7 long years ഫ്രം 1856 to 1863 ആൻഡ് പ്രപ്പോസ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് അവിടെ നോട്ട് ചെയ്യണം. നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തെടുക്കുക. It was for the first time that statistical analysis and mathematical logic were applied to problems in biology. അപ്പോൾ എന്ത് മനസ്സിലായി? അതൊരു മെയിൻ ഫാക്ടറായിരുന്നു. കാരണം അതുവരെ ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ അതിന് കൂടുതൽ ആധികാരികത നൽകിയത് എന്താണ്? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അതുപോലെ മാത്തമാറ്റിക്കൽ ലോജിക്ക് മെൻ്റൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് അതിനെന്ത് കിട്ടിയത്? കൂടുതൽ ആധികാരികത. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പം അതിനെന്ത് വേണം? ഒരു ആധികാരികത, ഒരു പവർ വേണ്ടേ? ആ പവർ ഇവിടെ മെൻ്റലിൻ്റെ ഈ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസിന് കിട്ടാൻ കാരണം ഈ അപ്ലൈഡ് മാത്തമാറ്റിക്കൽ ലോജിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ എനിക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ 2-3 ആൾക്കാരിൽ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. 100,000 ആൾക്കാരിൽ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തെടുക്കാൻ കഴിയാൻ കാരണം ഹിയഡ് എ വെരി ലാർജ് സാമ്പിളിംഗ് സൈസ്. ഈ സാമ്പിളിംഗ് സൈസ് ലാർജ് ആയത് ദാറ്റ് വാസ് എ വെരി അഡ്വാൻറ്റേജ് ഫോർ ഹിം. കാരണം അങ്ങനെ ഒരു ലാർജ് സാമ്പിളിംഗ് സൈസിൽ ഇദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഒരു മൈന്യൂട്ട് ചേഞ്ച് പോലും ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഓക്കെ. സോ ദാറ്റ് ലാർജ് സാമ്പിളിംഗ് സൈസ് ഗേവ് ഗ്രേറ്റർ ക്രെഡിബിലിറ്റി ടു ദ ഡാറ്റ ദാറ്റ് ഹി കളക്റ്റഡ്. ഓക്കെ. അപ്പോൾ അവിടുന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിന് കൂടുതൽ ക്രെഡിബിലിറ്റി കിട്ടിയത്? ദ റീസൺ ഈസ് ലാർജ് സാമ്പിളിംഗ് സൈസ്. കാരണം 100 വട്ടം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിന് എറർ ഇല്ല എന്ന് പറയുന്നത് 10 വട്ടം ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എറർ ഇല്ല എന്ന് പറയുന്നതിനേക്കാളും 10 മടങ്ങ് മെച്ചമാണ്. ശരിയല്ലേ? Okay. Now the confirmation of his inferences from experiments on successive generations of his test plans proved that his results pointed to general rules of inheritance rather than being unsubstantiated ideas. അപ്പോൾ ഇദ്ദേഹത്തിന് പല എക്സ്പെരിമെൻസിലൂടെ ഇദ്ദേഹത്തിന് ചെയ്ത് കിട്ടിയത് അല്ലെങ്കിൽ ഇദ്ദേഹം ഡിറൈവ് ചെയ്തെടുത്ത ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ ഇദ്ദേഹം മനസ്സിലാക്കിയ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന ജനറേഷൻസ് ഓഫ് പ്ലാൻസിലും ഇദ്ദേഹം ടെസ്റ്റ് ചെയ്ത് ഇതേ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ എല്ലാ എക്സ്പെരിമെൻറ്റ്സും ട്രൂ ആണ്. ഓക്കെ. മെൻഡൽ ഇൻവെസ്റ്റിഗേറ്റഡ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഗാർഡൻ പീ പ്ലാന്റ് ദാറ്റ് വർ മാനിഫെസ്റ്റഡ് ആസ് 2 opposing traits.
അപ്പം രണ്ട് ഓപ്പോസിങ് ആയിട്ടുള്ള ട്രേറ്റുകൾ അദ്ദേഹം എടുത്ത് അദ്ദേഹം ആ ട്രേറ്റുകൾ മാത്രമാണ് പുള്ളി വാച്ച് ചെയ്യുന്നത്. ആ ട്രേറ്റുകൾ ഇങ്ങനെ ഓരോ വട്ടവും ഈ റീപ്രൊഡക്ഷൻ നടന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, പുതിയ പ്രോജനിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി സെലക്ട് ചെയ്തെടുത്ത ട്രേറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോൾ ഓർ ഡ്വാർഫ് പ്ലാന്റ്സ്, യെല്ലോ ഓർ ഗ്രീൻ സീഡ്സ്. അപ്പോൾ നമുക്കറിയാം യെല്ലോ സീഡാണോ ഗ്രീൻ സീഡാണോ, ഏതായിരുന്നു ഡോമിനൻ്റ്? യെല്ലോ സീഡ് ഓർ ഗ്രീൻ സീഡ്. ഇറ്റ് വാസ് യെല്ലോ സീഡായിരുന്നു ഡോമിനൻ്റ്, ശരിയല്ലേ? അപ്പം അതുപോലെ ടോൾ ഓർ ഡോർഫ് പ്ലാന്റ്, ഇതാണ് മെൻഡൽ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. നൗ ദിസ് അലൗഡ് ഹിം ടു സെറ്റ് അപ്പ് എ ബേസിക് ഫ്രെയിംവർക്ക് ഓഫ് റൂൾസ് ഗവേണിംഗ് inheritance, which was expanded on by later scientists to account for all the diverse natural observations and the complexity inherent in them. Mendel conducted such artificial pollination, cross-pollination experiments using several true breeding pea lines. ഈ ട്രൂ ബ്രീഡിങ് പീ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ട്രേറ്റുകൾ 100% പ്യുവറാണ്. നമ്മൾ ഈ പട്ടികളുടെയൊക്കെ കാര്യം പറയുമ്പോൾ, അത് ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ ലാബ്രഡോറിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ, ഇതൊക്കെ ഡോഗ്സിലെ ഓരോ ബ്രീഡുകളാണ്. ഈ ബ്രീഡുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ എനിക്ക് ട്രൂ ബ്രീഡ് ലൈൻ വേണം, ഇവരുടെ പെഡിഗ്രി പ്രോപ്പർ ആയിരിക്കണം. അതായത് അവരവിടെ എയിം ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജീൻ കോമ്പിനേഷൻ, അതിൽ അല്ലീൽസ് രണ്ടും ഡോമിനൻ്റ് അല്ലീൽസ് ആയിരിക്കണം, അത് ഒരു റിസസീവ് അല്ലീൽ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീൻ ലൈൻ ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് വെറൈറ്റീസ് എല്ലാവരും എന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം. സോ ദേ ഷുഡ് ബി ട്രൂ ബ്രീഡിങ് പീ ലൈൻസ്. ഓക്കെ, നോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അവർ തരാണ്. എ ട്രൂ ബ്രീഡിങ് ലൈൻ ഈസ് വൺ ഹാവിങ് അണ്ടർഗോൺ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ, ഷോസ് ദ സ്റ്റേബിൾ ട്രേറ്റ് ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സെവറൽ ജനറേഷൻസ്. അതായത് 1-2 വട്ടം ക്രോസ് ചെയ്ത് കഴിയുമ്പോഴൊന്നും അവരുടെ ആ ട്രേറ്റുകൾ മാറിപ്പോകുന്നില്ല. ഇത് 100 വട്ടമൊക്കെ സെൽഫ് പോളിനേഷൻ ചെയ്ത് അതേ ട്രേറ്റുകൾ പ്രിസർവ് ചെയ്ത് വളരെ സ്റ്റേബിളാക്കി അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന ഉറപ്പോടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ട്രൂ ബ്രീഡിങ്, ഏറ്റവും പ്യുവർ ലൈൻ സാധനങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ട്രൂ ബ്രീഡിങ് പീ ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്രോസ് പോളിനേഷനിലും ഇവരെന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇവരുടെ ട്രേറ്റുകൾ മാറാൻ പോകുന്നില്ല. നമുക്ക് ഇത്രയും കാലം എന്താണ് കിട്ടിയത് അത് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പോളിനേഷനിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നൗ മെൻഡൽ സെലക്ടഡ് 14 ട്രൂ ബ്രീഡിങ് പീ പ്ലാന്റ് വെറൈറ്റീസ് ആസ് പെയർസ് വിച്ച് were similar except for one character with contrasting trait. കാരണം ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എടുക്കും, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഈ ഒരൊറ്റ ക്യാരക്ടർ മാത്രം കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എടുക്കും. എന്നുവെച്ചാൽ അതിന് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഈ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്താൻ പോകുന്നത്. ഓക്കെ, സം ഓഫ് ദ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് സെലക്ടഡ് വർ സ്മൂത്ത് ഓർ റിങ്കിൾഡ് സീഡ്സ്, യെല്ലോ ഓർ ഗ്രീൻ സീഡ്സ്, ഫുൾ ഓർ കൺസ്ട്രിക്റ്റഡ് ഗ്രീൻ ഓർ യെല്ലോ പോട്ട്സ് ആൻഡ് ടോൾ ഓർ ഡ്വാർഫ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ആ ക്യാരക്ടേഴ്സ് ഏതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു, പക്ഷേ അത് വീണ്ടും ഒന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം ഹൈറ്റ്, ടോൾ ഓർ ഡ്വാർഫ്. അതുപോലെ ഫ്ലവർ കളർ, വയലറ്റ് ഓർ വൈറ്റ്. Now flower position, axial, terminal. Pod shape, inflated, constricted. Pod color, green, yellow. Seed shape, round, wrinkled. Seed color, yellow, green. അപ്പോൾ ഇതിൽ ഏതാണ് ഡോമിനൻ്റ്, ഏതാണ് റിസസീവ് എന്ന് നിങ്ങൾക്ക് മനഃപ്പാടമായിരിക്കണം. Okay, now inheritance of one gene. Let us take the example of one such hybridization experiment carried out by Mendel where he crossed tall and dwarf pea plants to study the inheritance of one gene. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കി ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ടോൾ ആൻഡ് ഡ്വാർഫ് സീ പ്ലാന്റ്സ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ മാത്രം എടുത്തിട്ട് നമ്മളിനി അതിലെന്ത് ചെയ്യാൻ പോവാണ്? വർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, നൗ he collected the seeds produced as a result of this cross and grew them to generate plants of the first hybrid generation. അതായത് നമ്മൾ ഈ ടോളും ഡ്വാർഫും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അവരെ ക്രോസ് ചെയ്തു. ദിസ് ജനറേഷൻ ഈസ് കോൾഡ് ഫിലാൽ or F1 generation. Mendel observed that all the F1 progeny plants were tall like one of its parents. None were dwarf. ഓക്കെ, അതായത് ഞാൻ ടോളും ഡ്വാർഫും എടുത്ത് ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ എന്ത് കിട്ടിയില്ല? ടോളും ഡ്വാർഫും എടുത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഈ ക്രോസിന് ശേഷം ഒരൊറ്റ ഡ്വാർഫ് പ്ലാന്റ് പോലും കിട്ടിയില്ല, എല്ലാവരും ടോളായിരുന്നു. ഓക്കെ, അപ്പോൾ നോർമലി നമ്മളങ്ങനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് വരണം? കുറച്ച് ടോളും കുറച്ച് ഡ്വാർഫും വരണ്ടേ? പക്ഷേ മെൻഡൽ ഈ ടോളും ഡ്വാർഫും ഒക്കെ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയത് മൊത്തം എന്തായിരുന്നു? ടോളായിരുന്നു. അതായത് ഫിലാൽ 1 ജനറേഷൻ ടോട്ടലി ടോളായിരുന്നു.
Okay, this generation is called F1 generation. Mendel observed that all the F1 progeny plants were tall like one of its parents. He found that F1 always resembled either one of the parents and that the trait of the other parent was not seen in them. അതായത് എനിക്കിവിടെ 2 ട്രേറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ടോൾ പ്ലാന്റ്സും ഉണ്ട്, ഡ്വാർഫ് പ്ലാന്റ്സും ഉണ്ട്. പക്ഷേ ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? ടോൾ പ്ലാന്റ്സ് മാത്രമാണ്. അതായത് ഏതെങ്കിലും ഒരു പാരൻറ്റിനോട് മാത്രം എന്തുണ്ടാകും? സിമിലാരിറ്റി ഉണ്ടാകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? this generation is what I call Filal 1 or F1 generation. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ F1 ജനറേഷനിൽ ഇപ്പോൾ കറൻറ്റ്ലി ആര് മാത്രമേ ഉള്ളൂ? ഈ ടോൾ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ടോൾ പ്ലാന്റ്സിനെ ഞാൻ വീണ്ടും ക്രോസ് ചെയ്യാൻ പോവാണ് ഇൻ ഓർഡർ ടു ഗെറ്റ് F2 ജനറേഷൻ ഓർ ഫിലാൽ 2 ജനറേഷൻ. അങ്ങനെ ഫിലാൽ 2 ജനറേഷൻ കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ ആദ്യം F1 ജനറേഷൻ കിട്ടാൻ എന്താണ് ചെയ്തത്? ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോൾ പ്ലാന്റ്സിനെയും ഡ്വാർഫ് പ്ലാന്റ്സിനെയും എടുത്ത് നമ്മൾ ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ആം ഗെറ്റിംഗ് എവ്രി വൺ ആസ് ടോൾ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഈ F1 ജനറേഷനിലെ ടോൾ പ്ലാന്റ്സിനെ എടുത്ത് ഞാൻ വീണ്ടും ക്രോസ് ചെയ്യാണ്. അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഐ ആം ഗെറ്റിംഗ് ടോൾ ആസ് വെൽ ആസ് ഡ്വാർഫ്. എനിക്ക് നേരത്തെ F1 ജനറേഷനിൽ ഡ്വാർഫ് ഉണ്ടായിരുന്നില്ല. എവ്രി വൺ വെർ സിമിലർ ടു ഏതർ വൺ ഓഫ് ദ പാരൻറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു പാരൻ്റ് ആയിട്ടാണ് എല്ലാവരും സിമിലാരിറ്റി കാണിച്ചത്. F1 ജനറേഷനിൽ എല്ലാവരും ടോളിനോടാണ് സിമിലാരിറ്റി കാണിച്ചത്. പക്ഷേ F2 ജനറേഷൻ എടുത്തപ്പോൾ സം വേർ ഷോയിങ് സിമിലാരിറ്റി ടു ദ റിസസീവ് ട്രേറ്റ്. അതായത് ചിലവരതിൽ ഡ്വാർഫായി മാറി. ഓക്കെ, അപ്പം മെൻഡൽ ദെൻ സെൽഫ് പോളിനേറ്റഡ് ദ ടോൾ. നിങ്ങൾ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. മെൻഡൽ ദെൻ സെൽഫ് പോളിനേറ്റഡ് ദ ടോൾ F1 plants and to his surprise found that in the Filal 2 generation some of the offsprings were dwarf. The character that was not seen in the F1 generation was now expressed. F1 ജനറേഷനിൽ കാണാതിരുന്ന ആ ക്യാരക്ടർ F1 ജനറേഷനിൽ കാണാതിരുന്ന ആ ക്യാരക്ടർ ഇപ്പോൾ ഏത് ജനറേഷനിൽ എക്സ്പ്രസ്ഡ് ആയി? F2 ജനറേഷനിൽ എക്സ്പ്രസ്ഡ് ആയി. F1 അതെന്തായിരുന്നു? മിസ്സിങ് ആയിരുന്നു, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഹിഡൺ. ആ ഹിഡൺ ക്യാരക്ടേഴ്സ് F2 ജനറേഷനിൽ എന്തായി? വീണ്ടും എക്സ്പ്രസ്ഡ് ആയി. ഓക്കെ, സോ അതിൻ്റെ കണക്ക് 1/4 ഓഫ് ദ F2 പ്ലാന്റ്സ് വൈൽ 3/4 ഓഫ് ദ F2 പ്ലാന്റ്സ് വർ ടോൾ. അതായത് ആ F2 ജനറേഷനിൽ 1/4 ഡ്വാർഫായിരുന്നു, 3/4 ടോളായിരുന്നു. ദ ടോൾ ആൻഡ് ഡ്വാർഫ് ട്രേറ്റ്സ് വർ ഐഡൻറ്റിക്കൽ ടു ദർ പാരൻ്റൽ ടൈപ്പ് ആൻഡ് ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. അവരൊന്നെങ്കിൽ ടോളായിരുന്നു അല്ലെങ്കിൽ ഡ്വാർഫായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് നേച്ചർ അവർക്കുണ്ടായിരുന്നില്ല. അതായത് ദേ ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. അതാണ് ആ വാക്കിൻ്റെ കറക്റ്റ് അർത്ഥം മനസ്സിലാക്കുക. ഏതർ ഇറ്റ് ക്യാൻ ബി ടോൾ ഓർ ഇറ്റ് ക്യാൻ ബി ഡ്വാർഫ്. either it will represent the tall parent or it will represent the dwarf parent. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മിശ്രിതം അവർക്ക് ഉണ്ടായിരുന്നില്ല. മീൻസ് ഇറ്റ് ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെൻ്റൽ നോട്ട് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദേ ഡിഡ് നോട്ട് ഷോ എനി ബ്ലെൻഡിങ് ആൻഡ് ദാറ്റ് ഓൾ ദ ഓഫ്സ്പ്രിങ്സ് were either tall or dwarf. None were of in between or intermediate height. See, similar results were obtained with the other traits that he studied. മെൻ്റൽ ഇതുപോലെ മറ്റ് ട്രേറ്റുകളും, ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ടോൾ ആൻഡ് ഡ്വാർഫാണ്, ഇതുപോലെ മറ്റ് ട്രേറ്റുകളും മെൻ്റൽ സ്റ്റഡി ചെയ്തപ്പോൾ only one of the parental traits were expressed in the F1 generation, while in the F2 both traits were expressed in the proportion of 3:1. 3 dominant ആണ്, 1 recessive ആണ്. The contrasting traits did not show any blending at either F1 or F2. അതായത് 2 സ്റ്റേജിലും F1 ജനറേഷനിലും ഫിലാൽ 1 ജനറേഷനിലും ഫിലാൽ 2 ജനറേഷനിലും നമ്മുടെ ട്രേറ്റുകൾ എന്ത് കാണിച്ചിരുന്നില്ല? ബ്ലെൻഡിങ് കാണിക്കുന്നില്ല. Okay, now based on these observations, Mendel proposed that something was stably being passed down. യാതൊരു മാറ്റവുമില്ലാതെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് എന്തോ ഒരു സാധനം വളരെ സ്റ്റേബിളായിട്ട് ഒരു മാറ്റവും സംഭവിക്കാതെ പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മെൻ്റൽ ആ സാധനത്തെ എന്ത് ചെയ്യാണ്? ഹീ നെയിംഡ് ദം ഫാക്ടേഴ്സ്. സി, മെൻ്റൽ നെയിംഡ് ദോസ് stably passing down things as ഫാക്ടേഴ്സ്. എന്തോ ഒരു സാധനം ഒരു ജനറേഷനിൽ അടുത്ത ജനറേഷനിലേക്ക് യാതൊരു മാറ്റവും കൂടാതെ പാസ് ഓൺ ചെയ്യുന്നുണ്ടെന്നും ആ സാധനങ്ങൾ അങ്ങനെ മെൻ്റൽ എന്ത് വിളിക്കുകയാണ്? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുകയാണ്. ശരിക്കും ആ ഫാക്ടേഴ്സാണ് എന്ത്? നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ അച്ഛൻ്റെ ജീൻ, അമ്മയുടെ ജീൻ, ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തോ ഒരു സാധനം പാസ് ഓൺ ചെയ്യുന്നുണ്ടെന്ന് ആർക്ക് നേരത്തെ ആര് പറഞ്ഞു? മെൻ്റൽ പറഞ്ഞിരുന്നു. ഓക്കെ,
നൗ എന്താണ് ഈ ജീൻസിലുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പ്രസ് എ പെർട്ടിക്കുലർ ട്രേറ്റ്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന, അതിപ്പോൾ ഞാൻ ഒരാളെ പുറമേ നോക്കുമ്പോൾ ഓക്കെ ഹീസ് ടോൾ, അല്ലെങ്കിൽ ഹീസ് ഡ്വാർഫ്, അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്കിൻ കളർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കാണുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസസ് ആണ്. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരനായി എന്തോ ഒരു സാധനം ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള സാധനം ജീനാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ഓൾ ദ എക്സ്റ്റേണൽ അപ്പിയറൻസസ് ഓർ ലുക്സ് ദാറ്റ് വി ആർ സീയിങ് ഇൻ ദ external, right? Okay, now genes therefore are the units of inheritance. They contain the information that is required to express a particular trait in an organism. Genes which code for a pair of contrasting traits are known as allele. അപ്പോൾ ജീൻ ഒരിക്കലും ഒന്നായിട്ടല്ല, ജീൻ എപ്പോഴും രണ്ടാണ്. ആ രണ്ട് പേരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജീൻ എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? രണ്ട് അല്ലീൽസ് ഉണ്ട്. ഈ രണ്ട് അല്ലീൽ എവിടെയാണുള്ളത്? മിക്കവാറും ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ട്രേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും രണ്ട് അല്ലീൽസ് വെച്ചാണുള്ളത്. ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ. സോ വാട്ട് ആർ അല്ലീൽസ്? ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ same gene. Now if you use alphabetical symbols for each gene, then the capital letter you use for the trait expressed at the F1 stage and the small alphabet for the other trait. അപ്പോൾ നമ്മളിപ്പോൾ ക്യാപിറ്റൽ ടി എടുക്കുകയാണെങ്കിൽ അത് ടോളാണ്, സ്മോൾ ടി ആണെങ്കിൽ അത് ഡോർഫാണ്. അല്ലാതെ ഡോർഫിന് നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? ഡി ഉപയോഗിക്കില്ല. സോ ക്യാപിറ്റൽ ടി ഈസ് ദ dominant, small t is the recessive. Now what about capital T, small t? ഓക്കെ, അത് നമ്മളിവിടെ കാണുന്നുണ്ട്. സി ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മളൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതാണ് ശരിക്കും എവിടെ സംഭവിച്ചത്? ഫിലാൽ 1 ജനറേഷനിൽ സംഭവിച്ചത് ഇതാണ്. ഞാനൊരു ടോൾ പ്ലാന്റിനെ എടുത്തു, ഒരു ഡോർഫ് പ്ലാന്റിനെ എടുത്തു. ഞാൻ ക്രോസ് ചെയ്തപ്പോൾ ഐ ഗോട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ 4 പേരും എന്തായിപ്പോയി? ടോളായിപ്പോയി. പക്ഷേ ആ ജീനിൽ ഒരാൾ എന്താണ്? സ്മോൾ ടി ആണ്, മറ്റേ ആൾ ക്യാപിറ്റൽ ടി ആണ്. അതായത് ഹെട്രോസൈഗസ് കോമ്പിനേഷനാണ്. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരുപോലെ. ഹോമോസൈഗസ് ഡോമിനൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി. ഹോമോസൈഗസ് റിസസീവ് എന്ന് പറയുകയാണെങ്കിൽ സ്മോൾ ടി. നൗ വാട്ട് അബൌട്ട് ഹെട്രോസൈഗസ് ഡോമിനൻ്റ്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഓക്കെ അല്ലേ? കാരണം ഡോമിനൻ്റ് അല്ലീൽ വരികയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റിസസീവ് അല്ലീലിനെ ഡോമിനേറ്റ് ചെയ്യും. അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ആ റിസസീവ് ആയിട്ടുള്ള നേച്ചർ പുറത്ത് എക്സിബിറ്റഡ് ആകില്ല. അവിടെ ആരുടെ നേച്ചർ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ? ആ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലീലിൻ്റെ നേച്ചർ മാത്രമേ നമ്മൾ പുറത്ത് കാണുള്ളൂ. ശരിയല്ലേ? സോ യു ആർ ഹാവിങ് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആസ് ക്യാപിറ്റൽ ടി, ഹോമോസൈഗസ് റിസസീവ് ആസ് സ്മോൾ ടി ആൻഡ് ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ആസ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അല്ലേ? Okay, Mendel proposed that in a true breeding, tall or dwarf P variety, the allelic pairs of genes for height are identical or homozygous, capital T and small t respectively. Now, these are the genotype of the plant where the descriptive terms tall and dwarf are the phenotype. നമ്മൾ പുറത്ത് കാണുന്നത് എന്താണോ അത് ഫീനോടൈപ്പ് ആണെന്നും അതിൻ്റെ ഉള്ളിലുള്ള ആ ജനറ്റിക് റീസൺ അതിന് നമ്മൾ ജീനോടൈപ്പ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. സോ ജീനോടൈപ്പ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിൻ്റെ ഫീനോടൈപ്പോ ടോൾ ആൻഡ് ഡോർഫ്. Now, what then would be the phenotype of a plant that had a genotype capital T small t? എന്താണ്? ടോളാണ്. കാരണം ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോഴുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീനോടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പ് ടോളാണ്. കാരണം ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ടോൾ. ആ ക്യാപിറ്റൽ ടി ദാറ്റ് dominant allele will be dominating that recessive allele and it will be preventing that recessive allele from being exhibiting itself. Okay, as Mendel found the phenotype of F1 heterozygote capital T small t to be exactly like this capital T parent in appearance. എനിക്കറിയാം, ഞാനൊരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും എടുത്ത് ഞാൻ ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ 4 പേരും ടോളായിരുന്നു. അതും ആ 4 ടോൾ പ്ലാന്റും ആരോടാണ് റിസംബിൾ ചെയ്തത്? ആ ടോൾ പാരൻറ്റിനോടാണ് റിസംബിൾ ചെയ്തത്. ഫീനോടൈപ്പിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ ജീനോടൈപ്പിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ടി ആണ് നമ്മുടെ പാരൻറ്റിൻ്റെ ജീനോടൈപ്പ്. പക്ഷേ എനിക്ക് F1 പ്രോജനിയിൽ കിട്ടിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫീനോടൈപ്പ് ടോളായിരുന്നു, പക്ഷേ അവരുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അവരിലെല്ലാവർക്കും അവരുടെ മദർ കൊടുത്ത ഒരു സ്മോൾ ടി റിസസീവ് അല്ലീൽ ഉണ്ടായിരുന്നു. ഓക്കെ, now he proposed that in a pair of dissimilar factors, one dominates the other and hence is called dominant factor while the other is recessive. So in this case capital T is dominant over small t. He observed identical behavior for all other characters, traits
that he studied. അപ്പോൾ മെൻഡൽ പഠിച്ച എല്ലാ ക്യാരക്ടേഴ്സിലും ഒരാൾ മറ്റേ ആൾ ഡോമിനേറ്റ് ചെയ്തിരുന്നു. ആ ഡോമിനേറ്റ് ചെയ്ത ആൾ നമ്മൾ ഡോമിനൻ്റ് അല്ലീൽ അല്ലെങ്കിൽ ഡോമിനൻ്റ് ഫാക്ടർ എന്നും റിസസീവ് ആയ അല്ലീലെ റിസസീവ് ഫാക്ടർ നമ്മൾ വിളിച്ചു. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു യൂസ് ദ ക്യാപിറ്റൽ ആൻഡ് ലോവർ കേസ് ഓഫ് എൻ ആൽഫബറ്റിക്കൽ സിമ്പൽ ടു റിമെമ്പർ ദിസ് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് ആൻഡ് റിസസീവ്നെസ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡോമിനൻറ്റിനും റിസസീവിന് സ്മോളും നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് വരികയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ മെൻ്റൽ എടുത്ത ക്യാരക്ടർ ടോളും ഡോർഫും മാത്രമാണ് അല്ലേ, അതായത് ഒരൊറ്റ ക്യാരക്ടർ ഒരൊറ്റ ഫീനോടൈപ്പ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, റൈറ്റ്. ഇതുപോലെ നമ്മൾ ഒരു ഫീനോടൈപ്പിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ. സോ ഇറ്റ് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. കാരണം അവിടെ നമ്മൾ ക്യാപിറ്റൽ ടി അതായത് ഹോമോസൈഗസ് ഡോമിനൻറ്റിനെയും സ്മോൾ ടി ഹോമോസൈഗസ് റിസസീവിനെയും നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. കാരണം മറ്റ് ട്രൈറ്റുകൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. മറ്റ് ഫീനോടൈപ്പുകൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ എൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ ഞാനവിടെ ശ്രദ്ധിക്കുന്നത് എന്ത് മാത്രമാണ്, ആ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ആ ടോൾ ഡോർഫ് നാച്ചറിന് എന്ത് പറ്റി എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതല്ലാതെ മറ്റൊരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ലീഫ് കളർ, സീഡ് കളർ, കോട്ട് കളർ, ഇതൊന്നും നമ്മൾ ബോദർ ചെയ്യുന്നില്ല. ഫ്രം ദ ഒബ്സർവേഷൻ ദാറ്റ് ദ റിസസീവ് പാരന്റൽ ട്രേറ്റ് ഈസ് എക്സ്പ്രസ് വിത്തൗട്ട് എനി ബ്ലെൻഡിങ് ഇൻ ദ F2 ജനറേഷൻ. F1 ജനറേഷനിൽ ഈ രണ്ട് പാരൻസിലെയും ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമാണ് എക്സിബിറ്റഡ് ആയത്. ഏത് പാരൻറ്റിൻ്റെ? ടോൾ പാരൻറ്റിൻ്റെ മാത്രം. ബട്ട് വെൻ അഗെയിൻ യു ക്രോസ്ഡ് ഇറ്റ് ആൻഡ് വെൻ യു ഗോട്ട് ദ F2 ജനറേഷൻ, ആ F2 ജനറേഷനിൽ നമ്മൾ ടോളും കണ്ടു, ഡ്വാർഫും കണ്ടു. ആൻഡ് ദാറ്റ് ഡ്വാർഫ് വാസ് വെരി സിമിലർ ടു ദ പാരൻസ്. അതുപോലെ ആ ടോളിനും എന്ത് സംഭവിച്ചിട്ടില്ല, ഫീനോടൈപ്പിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മളത് ഓൾറെഡി പറഞ്ഞു, മെൻഡൽ ഡിഡ് നോട്ട് ഒബ്സർവ് എനി ബ്ലെൻഡിങ് ഇൻ ദ ക്യാരക്ടേഴ്സ്. നമ്മുടെ പാരൻസിൽ കണ്ട ടോളിൻ്റെ നേച്ചർ എന്ത് തന്നെയാണോ അത് തന്നെയാണ് പിന്നീട് വന്ന് പ്രോജനി ജനറേഷൻസിലും നമ്മൾ കണ്ടത്. പാരൻറ്റിൽ കണ്ട ഡ്വാർഫിൻ്റെ നേച്ചർ എന്ത് തന്നെയാണോ അതാണ് നമ്മൾ F2 ജനറേഷനിൽ കണ്ട പ്രോജനിയിലും നമ്മൾ കണ്ടത്. ഓക്കെ, നൗ വി ക്യാൻ ഇൻഫർ ദാറ്റ് വെൻ ദ ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ഗാമീറ്റ്സ് ബൈ ദ പ്രോസസ് ഓഫ് മിയോസിസ്, the alleles of the parental pair separate or segregate from each other and only one allele is transmitted to a gamete. അല്ലേ, മിയോസിസിൻ്റെ ടൈമിൽ ആ അല്ലീൽസ് സെപ്പറേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു അല്ലീൽ മാത്രമേ എങ്ങോട്ട് പോവുള്ളൂ, ഗാമേറ്റിലേക്ക് പോവുള്ളൂ. രണ്ട് അല്ലീലുണ്ട് നമുക്ക്. ആ രണ്ട് അല്ലീലിലും മിയോസിസിൻ്റെ ടൈമിൽ, സെപ്പറേഷൻ ടൈമിൽ ഒരു അല്ലീൽ മാത്രമേ എവിടെ കയറുന്നുള്ളൂ, ഗാമേറ്റിൽ കയറുന്നുള്ളൂ. ദിസ് സെഗ്രിഗേഷൻ ഓഫ് അല്ലീൽസ് ഇസ് എ റാൻഡം പ്രോസസ് ആൻഡ് ദർ ഇസ് എ 50% ചാൻസ് ഓഫ് ഗാമേറ്റ് കണ്ടെയ്നിങ് എയ്തർ അല്ലീൽ ആസ് ഹാസ് ബീൻ വെരിഫൈഡ് ബൈ ദ റിസൾട്ട്സ് ഓഫ് ക്രോസിങ്. അപ്പോൾ ശരിക്കും ക്യാപിറ്റൽ ടി ആണോ ഗാമേറ്റിൽ പോകാൻ പോകുന്നത് അല്ലെങ്കിൽ സ്മോൾ ടി ആണോ ഗാമേറ്റിൽ പോകാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ പ്രഡിക്ഷൻസ് നടത്താൻ കഴിയില്ല. അതൊരു 50-50 ചാൻസ് ആണ്, എന്തും സംഭവിക്കാം. Okay, this segregation of allele is a random process. There is a 50% chance for either of the allele entering in the gamete. In this way, the gamete of the tall plants have the allele capital T and the gamete of the dwarf plant have the allele small t. During fertilization, the two alleles, capital T say from one parent through the pollen and small t from the other parent, then through the egg, are united to produce zygotes that have one capital T allele and one small t allele. In other words, the hybrids have capital T, small t. Since these hybrids contain alleles which express contrasting traits, the plants are called heterozygous. രണ്ട് അല്ലീലും ഡിഫറെൻ്റ് ആണെങ്കിൽ യു കോൾ ദം ഹെട്രോസൈഗസ്, രണ്ട് അല്ലീലും സെയിം ആണെങ്കിൽ യു കോൾ ദം ഹോമോസൈഗസ്. അപ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ് ക്യാപിറ്റൽ ടി, ഹോമോസൈഗസ് റിസസീവ് ആണ് സ്മോൾ ടി. ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോൾ രണ്ട് പേരും ഉണ്ടാകും, ഇത് ക്യാപിറ്റൽ ടിയും ഉണ്ടാകും സ്മോൾ ടി ഉണ്ടാകും. ശരിയല്ലേ? ഓക്കെ. The production of gamete by the parents, the formation of the zygotes, F1 and F2 plants can be understood from a diagram called Punnett square. ആ Punnett square ആണ്, റിജിനാൾഡ് പുന്നറ്റ് ആണ് എന്ത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്, എന്ത് കണ്ടുപിടിച്ചത്, ഈ പുന്നറ്റ് സ്ക്വയർ വഴി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡ് മാത്രം നോക്കുക. ഇവിടെ ക്യാപിറ്റൽ ടി ആണ് നമ്മുടെ ടോൾ ഫീനോടൈപ്പിൻ്റെ ജീനോടൈപ്പ്, സ്മോൾ ടി ആണ് നമ്മുടെ ഡ്വാർഫ് ഫീനോടൈപ്പിൻ്റെ ജീനോടൈപ്പ്. ഇതാണ് എൻ്റെ പാരൻസ്. ഈ പാരൻസിനെ എന്ത് ചെയ്തു, ഈ പാരൻസിനെ ഞാൻ ക്രോസ് ചെയ്തു. പാരൻസിനെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ അല്ലീൽസിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ക്യാപിറ്റൽ ടി ടോളിൻ്റെ രണ്ട് അല്ലീലിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അതുപോലെ സ്മോൾ ടി ഡ്വാർഫിൻ്റെ രണ്ട് അല്ലീലിനെയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് ഞാൻ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ രണ്ടും കമ്പൈൻ ചെയ്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി.
ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. 4 കേസിലും എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹെട്രോസൈഗസ് കോമ്പിനേഷനാണ്. ഒരാൾ ക്യാപിറ്റൽ ടി, മറ്റേ സ്മോൾ ടി. ബട്ട് ദ റിസൾട്ട് ആൻഡ് ഫീനോടൈപ്പ് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ പാരന്റ്. പാരന്റിൽ നിങ്ങൾ കണ്ട ടോൾ എന്താണോ അതേ ടോൾ നേച്ചറാണ് ഇവിടെ നമുക്ക് എന്തിലും കിട്ടിയിരിക്കുന്നത്, നമ്മുടെ F1 ജനറേഷനിലും കിട്ടിയിരിക്കുന്നത്. ഈ F1 ജനറേഷനിൽ ഇനി ഞാൻ സെൽഫിങ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സെൽഫ് ക്രോസിങ് അല്ലെങ്കിൽ സെൽഫിങ്? സെയിം ജനറേഷനിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം വീണ്ടും ക്രോസ് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് സെൽഫിങ്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഞാൻ സെൽഫിങ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലീൽസ് സെപ്പറേറ്റ് ചെയ്തു. ഒരാൾ ക്യാപിറ്റൽ ടി, അടുത്തയാൾ സ്മോൾ ടി. ഇവിടെ അതുപോലെ ഒരാൾ ക്യാപിറ്റൽ ടി, അടുത്തയാൾ സ്മോൾ ടി. നൗ അഗെയിൻ ഓൺ ക്രോസിംഗ് ഐ എം ഗെറ്റിംഗ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ, അതായത് ടോൾ ഡ്വാർഫ് മാത്രം നോക്കുകയാണെങ്കിൽ 3 പേര് ടോളാണ് അല്ലേ, ഒരാൾ മാത്രമാണ് ഡോർഫ്. പക്ഷേ അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒരാൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, 2 പേര് സ്മോൾ ടി, സ്മോൾ ടി, ഒരാൾ ഡോർഫ്, ഒരാൾ സ്മോൾ ടി, സ്മോൾ ടി. സോ ക്യാപിറ്റൽ ടി ഒരാൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 പേര്, സ്മോൾ ടി, സ്മോൾ ടി ഒരാൾ. സോ ദ ജീനോടൈപ്പിക് റേഷ്യോ ഈസ് 1:2:1 ആൻഡ് ദ ഫീനോടൈപ്പിക് റേഷ്യോ ഈസ് 3:1. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൻ്റെ പേരെന്താണ്, പുന്നെറ്റ് സ്ക്വയർ, റൈറ്റ്? ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എ ബ്രിട്ടീഷ് ജനറ്റിക് called Reginald C. Punnett. It is a graphical representation to calculate the probability of all possible genotypes of offsprings in a genetic cross. The possible gametes are written on 2 sides, usually the top row and the left column. All possible combinations are generated by using this Punnett square. The Punnett square shows the parental tall capital T, dwarf small t, gametes produced by them, and the F1 capital T small t progeny. Okay അല്ലേ? ഇനി നമുക്ക് എന്ത് മനസ്സിലാവും? വെൻ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്, ദ പോളൻ ഗ്രെയിൻസ് ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ഹാവ് എ 50% ചാൻസ് ടു പോളിനേറ്റ് എഗ്സ് ഓഫ് ദ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആസ് വെൽ ആസ് ദ ജീനോടൈപ്പ് സ്മോൾ ടി. അപ്പോൾ അവിടുത്തെ ചാൻസ് 50% ആണ്. അവിടെ എന്ത് നടക്കില്ല? സെലക്ഷൻ ഒന്നും നടക്കില്ല. ഓക്കെ, എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ. Now from the Punnett square, it is seen that 1/4 of the random fertilization lead to capital T. നമ്മൾ കണ്ടില്ലേ, റേഷ്യോ 1:2:1 ആണ്. അപ്പോൾ 1:2:1 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി എത്രയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ റേഷ്യോ ഇവിടെ 1/2, ഇവിടെ റേഷ്യോ 1/4. ആ കാര്യം ഇവിടെ നമ്മൾ എഴുതിയിരിക്കുകയാണ്. 1/4 of the random fertilization leads to capital T, half leads to capital T small t, and next 1/4 leads to small t. Though the F1 have a phenotype capital T small t, but the phenotypic character seen is tall. At F2, 3/4 of the plants are tall, where some of them are capital T, while others are capital T small t. Externally, it is not possible to distinguish between the plants. ഞാൻ പുറമേ നോക്കുമ്പോൾ എനിക്ക് ക്യാപിറ്റൽ ടി ആണോ അതോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ ജീനോടൈപ്പ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഞാൻ എന്ത് മാത്രമേ കാണുന്നുള്ളൂ? ഫീനോടൈപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ആ ഫീനോടൈപ്പ് ജസ്റ്റ് എക്സ്റ്റേണലി കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും അവരുടെ ജീനോടൈപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ആ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് ക്രോസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് ക്രോസിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? അവരുടെ ജീനോടൈപ്പിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ആ ജീനോടൈപ്പ് നമുക്ക് മനുഷ്യരിൽ കണ്ടുപിടിക്കാൻ കഴിയുമോ? നമുക്ക് വീണ്ടും ക്രോസിംഗ് ഒക്കെ ചെയ്ത് അവരെ കൊണ്ട് വീണ്ടും ഫെർട്ടിലൈസേഷനൊക്കെ നടപ്പിക്കാൻ കഴിയുമോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഓർ പ്രാക്ടിക്കൽ ഇൻ ഹ്യൂമൻസ്. നമുക്ക് ചെടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രോസിങ്ങും ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും ഒക്കെ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻസ്, റൈറ്റ്? അപ്പോൾ ഈ 1/4 റേഷ്യോ, അത് 1:2:1 റേഷ്യോ ഓഫ് ദ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്തിൻ്റെയാണ്? ജീനോടൈപ്പിൻ്റെ റേഷ്യോ ആണ്. ഫിനോടൈപ്പിക് റേഷ്യോ ഈസ് 3:1. അതേ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്നത്. നൗ from the preceding paragraph, it is clear that though the genotype ratios can be calculated using mathematical probability, by simply looking at the phenotype of a dominant trait, it is not possible to know the genotype composition. Phenotype നോക്കി genotype പറയാൻ ആർക്കും കഴിയില്ല. So whether a tall plant from the F1 or F2 has capital T or capital T small t composition cannot be predicted. Therefore, to determine the genotype of a plant at F2, Mendel crossed the tall plant from F2 with a dwarf plant. This he called test cross. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് എന്താണ്?
നമുക്ക് F2 ജനറേഷനിൽ കിട്ടിയിരിക്കുന്ന ടോൾ പ്ലാന്റിനെ ഡ്വാർഫ് പ്ലാന്റുമായി ക്രോസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ്. അത് ഓർത്തിരിക്കുക. F1 ജനറേഷനിൽ കിട്ടിയതിനല്ല, F2 ജനറേഷനിൽ കിട്ടിയിരിക്കുന്ന ടോൾ പ്ലാന്റിനെ ഒരു ഡ്വാർഫ് പ്ലാന്റുമായി ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ എനിക്ക് ടെസ്റ്റ് ക്രോസ് ചെയ്യുമ്പോഴും എനിക്ക് ടോളായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ദിസ് ഇസ് എ ഹോമോസൈഗസ് ഡോമിനൻ്റ് 1. പക്ഷേ ചിലവർ വീണ്ടും അവിടെ എന്താകുന്നുണ്ട്? റിസസീവ് ആകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എ ഹെട്രോസൈഗസ് 1. സോ ഇൻ എ ടിപ്പിക്കൽ ടെസ്റ്റ് ക്രോസ് ഷോയിങ് ഡോമിനൻറ്റ് ഫീനോടൈപ്പ് ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവ് പാരൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെൽഫ് ക്രോസിങ്. നമ്മൾ നേരത്തെ ചെയ്ത സെൽഫ് ക്രോസിംഗ് ആയിരുന്നു. ആ ക്യാപിറ്റൽ ഡി സ്മോൾ ടി F1 ജനറേഷനിൽ പരസ്പരം സെൽഫ് ക്രോസ് ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ സെൽഫ് ക്രോസിങ്ങിന് പകരം വാട്ട് വി ആർ ഡൂയിങ് ടെസ്റ്റ് ക്രോസിംഗ്. സോ വി ആർ ക്രോസിംഗ് ദം വിത്ത് എ ഹോമോസൈഗസ് റിസസീവ് 1 സ്മോൾ ടി. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ദ പ്രോജനീസ് ക്യാൻ ഈസിലി ബൈ അനലൈസ് ടു പ്രഡിക്ട് ദ ജീനോടൈപ്പ് ഓഫ് ദ ടെസ്റ്റ് ഓർഗാനിസം. റൈറ്റ്. A typical test cross where violet flower is dominant over white color flower. Okay. ഇതാണ് നമ്മുടെ ടെസ്റ്റ് ക്രോസ്. ഈ ടെസ്റ്റ് ക്രോസിൽ ഇതുണ്ടോ ഫീനോടൈപ്പ് ഡോമിനൻ്റ് ആണ്. അത് ഏതാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഫീനോടൈപ്പ് രണ്ടെണ്ണം, ഒന്ന് ക്യാപിറ്റൽ W, മറ്റേത് ക്യാപിറ്റൽ W സ്മോൾ w. ഈ രണ്ട് പേരെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്മോൾ w ഹോമോസൈഗസ് ആയിട്ട് നമ്മൾ ക്രോസ് ചെയ്യാണ്. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരും ഡോമിനൻറ്റ് ഫീനോടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഞാൻ ഉപയോഗിച്ച പാരൻ്റ് ഒരു പ്യുവർ ഹോമോസൈഗസ് ക്യാപിറ്റൽ W ആയിരുന്നു. പക്ഷേ ചിലവർ രണ്ട് പേരിവിടെ ക്യാപിറ്റൽ W സ്മോൾ w ആണ്. പക്ഷേ ബാക്കി രണ്ട് പേരിവിടെ സ്മോൾ w ആണ്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഉപയോഗിച്ച ആൾ എന്തല്ല? പ്യുവർ അല്ല, അവൻ ക്യാപിറ്റൽ W സ്മോൾ w ആയിരുന്നു. അപ്പോൾ ടെസ്റ്റ് ക്രോസിൻ്റെ പർപ്പസ് എന്താണ്? ഗ്യാമേറ്റുകൾ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ, അത് എനിക്ക് F2 ജനറേഷനിൽ കിട്ടിയിരിക്കുന്ന ആളുടെ ജീനോടിപ്പിക്കലി അയാൾ ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് ആണോ എന്ന് അറിയാൻ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഈ ടെസ്റ്റ് ക്രോസിംഗ്. സോ ബേസ്ഡ് ഓൺ ഹിസ് ഒബ്സർവേഷൻ ഓൺ മോണോഹൈബ്രിഡ് ക്രോസ്, Mendel proposed two general rules to consolidate his understanding of inheritance in monohybrid cross. Today these rules are called principles or laws of inheritance. The first law or law of dominance and the second law or law of segregation. അപ്പോൾ എനിക്ക് രണ്ട് ലോ ആണ് മെൻ്റലി മോണോഹൈബ്രിഡ് ക്രോസ് വെച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. മോണോഹൈബ്രിഡ് ക്രോസ് വെച്ച് മെൻ്റൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ലോസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. So once again, based on the observations on monohybrid cross, Mendel proposed two general rules to consolidate his understanding of inheritance in monohybrid crosses. Today these rules are called principles or laws of inheritance. The first law or law of dominance and the second law or law of segregation. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ലോ കാണാം. ഇറ്റ് ഈസ് ദ ലോ ഓഫ് ഡോമിനൻസ്. സോ ആ ഡോമിനൻസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് തിങ്, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. മെൻ്റൽ ഓൾറെഡി പറഞ്ഞു, സംതിങ് ഈസ് ബീങ് സ്റ്റേബിളി പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ ഫോർ ഓൾ ദീസ് എക്സ്റ്റേണൽ അപ്പിയറൻസസ് ആൻഡ് ഓൾ ദീസ് ഫീനോടൈപ്സ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താദ്യം വിളിക്കുന്നത്? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അത് നമുക്ക് എന്താ അറിയാം? ആ ഫാക്ടേഴ്സ് ആണ് ജീൻസ്. ദേ ആർ നത്തിങ് ബട്ട് ജീൻസ്. അതുപോലെ ആ ജീൻസിന് എന്തുണ്ട്? ഇറ്റ് ഈസ് ഹാവിങ് 2 alleles. Okay, now these factors occur in pairs. In a dissimilar pair of factors, one member of the pair dominates the other. അപ്പം 2 വ്യത്യസ്ത തരത്തിലുള്ള ഫാക്ടേഴ്സാണ് കയ്യിലുള്ളതെങ്കിൽ അതിലൊരാൾ ഡോമിനൻറ്റും മറ്റേ ആൾ റിസസീവ് ആണ്. അപ്പം 2 പേര് സെയിം ആണെങ്കിൽ യു കോൾ ദം ഹോമോസൈഗസ്. ഒരാൾ ഡോമിനൻറ്റും മറ്റേ ആൾ റിസസീവ് ആണെങ്കിൽ യു കോൾ ഇറ്റ് ഹെറ്ററോസൈഗസ്. Okay അല്ലേ? The law of dominance is used to explain the expression of only one of the parental characters in a monohybrid cross in the F1 and the expression of both in the F2. F1 ജനറേഷനിൽ പാരൻസിലുണ്ടായിരുന്ന 2 ക്യാരക്ടേഴ്സിൽ ഏതോ ഒരെണ്ണം മാത്രം എക്സ്പ്രസ്ഡ് ആകുന്നതിന് കാരണം ലോ ഓഫ് ഡോമിനൻസ് ആണ്. ഓക്കെ, F1 ജനറേഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ ടോളും ഡോർഫും പാരൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്തപ്പോൾ F1 ജനറേഷനിൽ എനിക്ക് ടോള് മാത്രമാണ് കിട്ടിയത്. അതിൻ്റെ റീസൺ ലോ ഓഫ് ഡോമിനൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ലോ ഓഫ് സെഗ്രിഗേഷൻ. ദ റീസൺ ഫോർ
only one character being expressed in the F1 generation is law of dominance. Okay, the law of dominance is used to explain the expression of only one of the parental characters in a monohybrid cross and the expression of both in the F2. It also explains the proportion of 3:1 obtained at the F2. Okay, now the law of segregation. See, this law is based on the fact that alleles do not show any blending. അല്ലേ, നമ്മൾ കണ്ടു എന്താണ്, നമുക്ക് ടോൾ പാരൻ്റും ഉണ്ട്, ഡോർഫ് പാരൻ്റും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടിയില്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ഹൈറ്റ് എനിക്ക് കിട്ടിയില്ല. ഏതർ ഓൾ ഓഫ് ദം were the same as that of the tall parent, അല്ലെങ്കിൽ അതിൽ കുറച്ച് പേര് മാത്രം എന്ത് ചെയ്തു, ഡോർഫ് പാരൻറ്റിനെ റിസംബിൾ ചെയ്തു. അല്ലാതെ ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള മറ്റൊരു പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു ഹൈറ്റിലേക്ക് ആര് പോയില്ല, നമ്മുടെ പ്രോജനീസ് പോയില്ല. either they were showing similarities to the tall parent or they were completely like the dwarf parent. അതിനിടയിലുള്ള മറ്റൊരു പൊസിഷനിലേക്ക് അവർ പോയില്ല, which means that they did not show any blending. Okay, and that both the characters are recovered as such in the F2 generation. F1 ജനറേഷനിൽ അതിൽ ഏതോ ഒരു ക്യാരക്ടർ മാത്രം എക്സ്പ്രസ്ഡ് ആയി എന്നുള്ളതും F2 ജനറേഷനിൽ ആ രണ്ട് പാരൻസും എക്സ്പ്രസ്ഡ് ആയി എന്നുള്ളതും, അതായത് ഒരു മാറ്റവും ഇല്ലാത്ത പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തായിരുന്നു അതേ ക്യാരക്ടേഴ്സ് നമുക്ക് F2 ജനറേഷനിൽ റിക്കവർ ചെയ്ത് കിട്ടി. അതിൻ്റെ റീസൺ എന്താണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. ഓക്കെ, see, both the characters were recovered as such in the F2 generation, though one of this is not seen at the F1 stage. F1 സ്റ്റേജിൽ അതിൽ ഒരു ഫീനോടൈപ്പ് എക്സ്പ്രസ്ഡ് പോലും ആയിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും F2 ജനറേഷൻ വന്നപ്പോൾ എനിക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്ന എൻ്റെ പാരൻസിൻ്റെ അതേ ഫീനോടൈപ്പ് ഇവിടെ കിട്ടാൻ കാരണം എന്തായിരുന്നു, ദിസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. Though the parents contain two alleles during the gamete formation, the factors or alleles of a pair segregate from each other such that a gamete receives only one of the two factors. നമുക്കറിയാം, രണ്ട് അല്ലീലിൽ ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് മിയോസിസിൽ ഒരല്ലീൽ മാത്രമേ എങ്ങോട്ട് പോകുന്നുള്ളൂ, നമ്മുടെ ഗാമേറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളൂ. അതും അതിനെന്തില്ല, ദർ ഇസ് നോ സെലക്ഷൻ, ദർ ഇസ് 50-50% ചാൻസ്. ഓക്കെ, അഫ്കോഴ്സ് എ ഹോമോസൈഗസ് പാരന്റ് പ്രൊഡ്യൂസസ് ഓൾ ഗാമേറ്റ്സ് ദാറ്റ് ആർ സിമിലർ, വൈൽ എ ഹെട്രോസൈഗസ് വൺ പ്രൊഡ്യൂസസ് ടു കൈൻഡ്സ് ഓഫ് ഗാമേറ്റ്സ് ഈച്ച് ഹാവിങ് വൺ അല്ലീൽ വിത്ത് ഈക്വൽ പ്രപ്പോർഷൻ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ നമ്മൾ കണ്ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി. അതിൽ ടോൾ എന്ന് പറയുന്നത് ഡോർഫിൻ്റെ മേലെ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ F1 ജനറേഷനിൽ എന്ത് കണ്ടത്, ടോൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെ നമ്മൾ മറ്റെന്തെങ്കിലും കണ്ടോ, ഒരു ഇൻ്റർമീഡിയറ്റ് കണ്ടോ, ഇല്ല. നമ്മൾ ഡോർഫ് കണ്ടോ, ഇല്ല. അവിടെ ടോൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ദാറ്റ് ടോൾ ജീൻ വാസ് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ഇറ്റ്സ് കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് റിസസീവ് ജീൻ. ക്യാപിറ്റൽ ടി വാസ് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ സ്മോൾ ടി. പക്ഷേ ചില കേസുകളിൽ ചില പ്രത്യേക ട്രൈറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതുപോലെ ഒരല്ലീൽ ഡോമിനൻ്റ് അല്ലീൽ റിസീവ് അല്ലീലിൻ്റെ മേലെ കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ആകണമെന്നില്ല. വെൻ എക്സ്പെരിമെൻറ്റ്സ് ഓൺ പീസ് വർ റിപ്പീറ്റഡ് യൂസിങ് അതർ ട്രേറ്റ്സ്, മറ്റ് ട്രേറ്റുകൾ നമ്മളിവിടെ എക്സ്പെരിമെൻ്റ് യൂസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് sometimes the F1 had a phenotype that did not resemble either of the two parents and was in between the two. അതായത് പാരൻസിൽ നമ്മൾ കണ്ട രണ്ട് ക്യാരക്ടേഴ്സും അല്ലാതെ മറ്റൊരു ക്യാരക്ടറാണ് F1 ജനറേഷനിൽ പ്രൊഡ്യൂസ് ആകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഡോമിനൻ്റ് അല്ലീൽ വാസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ ദ റിസീവ് അല്ലീൽ. സോ ഹിയർ വി എക്സ്പ്രസ് അനദർ ടേം. Here we study another term called incomplete dominance. The inheritance of flower color in the dog flower is a good example to understand incomplete dominance. In a cross between true breeding red flower, അപ്പോൾ ക്യാപിറ്റൽ ആർ ആണെന്ത്, ട്രൂ ബ്രീഡിങ് റെഡ് ഫ്ലവർ. അതുപോലെ ട്രൂ ബ്രീഡിങ് വൈറ്റ് ഫ്ലവർ ആണ് സ്മോൾ ആർ. ഇത് രണ്ടും ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് F1 ജനറേഷനിൽ എന്ത് കിട്ടി, ക്യാപിറ്റൽ ആർ കിട്ടി. അതായത് ഞാൻ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ എനിക്ക് ക്യാപിറ്റൽ ആർ കിട്ടി. ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൻ്റെ കളർ റെഡും ആയിരുന്നില്ല വൈറ്റും ആയിരുന്നില്ല, രണ്ടിൻ്റെ ഇടയിലുള്ളൊരു പിങ്ക് കളറാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ ഡോഗ് ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഡോഗ് ഫ്ലവർ, സ്നാപ് ഡ്രാഗൺ ഓർ ആൻറ്റി റൈനം സ്പീഷീസ്. Right, so when F1 was self-pollinated, the F1 generation was pink. Now again, in order to get the F2 generation, നമ്മൾ എന്ത് ചെയ്തു, F1 സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അത് വീണ്ടും റെഡ്, പിങ്ക്, വൈറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടിയില്ല, നോർമലി കിട്ടേണ്ടത് ഡോമിനൻ്റ് നേച്ചർ അല്ലേ, പക്ഷേ അവിടെ ഡോമിനൻ്റ് കിട്ടാതെ ഈ വൈറ്റിൻ്റെയും റെഡിൻ്റെ ഇടയിലുള്ള പിങ്ക് കളറാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ റീസൺ എന്തായിരുന്നു, ബിക്കോസ്
that dominant allele was not completely dominant over the recessive allele. So this is the phenomenon called incomplete dominance. അപ്പോൾ എനിക്ക് രണ്ടിൻ്റെ ഇടയിലുള്ള മറ്റൊരു ക്യാരക്ടർ എനിക്ക് കിട്ടി. Here the genotypic ratios were exactly as we would expect in any Mendelian monohybrid cross, but the phenotypic ratio had changed from 3:1. നമ്മൾ നേരത്തെ ഫീനോടൈപ്പിക് റേഷ്യോ 3:1 എന്നാണ് പറഞ്ഞത് അല്ലേ. F1 ജനറേഷനിൽ 3 പേര് ടോളും ഒരാൾ ഡോർഫും ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരാൾ റെഡ്, 2 പേര് പിങ്ക്, ഒരാൾ വൈറ്റ്. സോ 1:2:1 ഈസ് ദ ഫീനോടൈപ്പിക് റേഷ്യോ ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും F1 ജനറേഷനിൽ സെയിം ആണ്. പക്ഷേ അത് കംപ്ലീറ്റ് ഡോമിനൻസിൽ അത് സെയിം ആണോ? അല്ല. കംപ്ലീറ്റ് ഡോമിനൻസിൽ ഫീനോടൈപ്പിക് റേഷ്യോ 3:1 genotypic ratio 1:2:1 ആണ്. ബട്ട് ഇൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ദ ഫീനോടൈപ്പിക് റേഷ്യോ ഈസ് 1:2:1. genotypic ratio is also 1:2:1. So this can be a statement. The phenotypic ratio and genotypic ratio is the same in F1 generation in. The answer is incomplete dominance. Okay. Now, here the genotypic ratios were exactly as we would expect in any Mendelian hybrid cross, but the phenotypic ratios had changed from 3:1 dominant recessive ratio. What happened was that R was not completely dominant over small r, and this made it possible to distinguish capital R small r as a pink. Right? Now, explanation of the concept of dominance. What exactly is dominance? Why are some alleles dominant and some recessive? To tackle these questions, we must understand what a gene does. Every gene, as you know by now, contains the information to express a particular trait. In a diploid organism, there are 2 copies of each gene. നമുക്കറിയാം, ഏതൊരു ജീൻ എടുക്കുകയാണെങ്കിൽ അതിൽ 2 അല്ലീലുണ്ട്. ആ 2 അല്ലീൽ, നൗ ദീസ് 2 അല്ലീൽസ് നീഡ് നോട്ട് ഓൾവേസ് ബി ഐഡൻറ്റിക്കൽ. അവരെപ്പോഴും ഐഡൻറ്റിക്കൽ ആവണമെന്നില്ല. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ it is homozygous. Identical alla engil it is heterozygous. One of them may be different due to some changes that it has undergone, which modifies the information that particular allele contains. Okay, let's take an example of a gene that contains information for producing an enzyme. Now there are 2 copies of this gene, the 2 allelic form. Let us assume that the normal allele produced the normal enzyme that is needed for the transformation of substrate S. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, നമുക്കിപ്പം എല്ലാത്തിനും 2 ടൈപ്പ് അല്ലീലുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതിൽ ഒരല്ലീൽ നോർമൽ എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റേ അല്ലീലോ ദ മോഡിഫൈഡ് അല്ലീൽ പല ഓപ്ഷൻസാണ്. ആ മോഡിഫൈഡ് അല്ലീലിനും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? നോർമൽ എൻസൈം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നോൺ ഫങ്ഷണൽ എൻസൈം, അല്ലെങ്കിൽ നോ എൻസൈം അറ്റ് ഓൾ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? നോർമൽ ആയിട്ടുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റേ അല്ലീൽ ഏതർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ നോർമൽ എൻസൈം, അല്ലെങ്കിലോ എ നോൺ ഫങ്ഷണൽ എൻസൈം, അല്ലെങ്കിൽ നോ എൻസൈം അറ്റ് ഓൾ. അങ്ങനെ 3 ഓപ്ഷൻസ് ആണ്. ഇൻ ദ ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസിൽ നമ്മൾ നോർമൽ എൻസൈം തന്നെയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മോഡിഫൈഡ് അല്ലീലും അൺമോഡിഫൈഡ് അല്ലീലും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. സോ ദ ഫീനോടൈപ്പ് വിൽ ബി ദ സെയിം. ഓക്കെ, സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് എസ്. അങ്ങനെ വരുമ്പോൾ സബ്സ്ട്രേറ്റ് എസ് കറക്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു, നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു. സച്ച് ഇക്വലൻറ്റ് അല്ലീൽ പെയർസ് ആർ വെരി കോമൺ. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ബട്ട് ഇഫ് ദ അല്ലീൽ പ്രൊഡ്യൂസസ് എ നോൺ ഫങ്ഷണൽ എൻസൈം ഓർ നോ എൻസൈം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിലെ രണ്ടാമത്തെ 2 കേസുകൾ, ഒന്നെങ്കിൽ നോൺ ഫങ്ഷണൽ എൻസൈം അല്ലെങ്കിൽ നോ എൻസൈം അറ്റ് ഓൾ, ഈ 2 കേസുകളാണ് വരുന്നതെങ്കിൽ ദ ഫീനോടൈപ്പ് മേ ബി എഫക്റ്റഡ്. അവിടെ ഫീനോടൈപ്പ് എന്താകും? എഫക്റ്റഡ് ആകും. ഓക്കെ, the phenotype will only be dependent on the functioning of the unmodified allele. ആ മോഡിഫൈ ചെയ്യാത്ത അല്ലീലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് സംഭവിക്കുക? നമ്മുടെ ഫീനോടൈപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം മറ്റേ ആൾ എന്ത് ചെയ്യുന്നില്ല, ഏതർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ നോൺ ഫങ്ഷണൽ എൻസൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് എൻ എൻസൈം അറ്റ് ഓൾ. ഓക്കെ, hence in the example above, the recessive trait is seen due to non-functional enzyme or because no enzyme is produced. റൈറ്റ്? അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അത് ഏത് ഇതിലാണ്? ഡോഗ് ഫ്ലവർ, സ്നാപ് ഡ്രാഗൺ, ആൻറ്റി റൈനം സ്പീഷീസ്. അപ്പോൾ അതിലാണ് നമ്മൾ എന്ത് കണ്ടത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കണ്ടത്. ഇനി അതുപോലെ മറ്റൊരു ഫിനോമിനൻ ആണ് എന്ത്? കോഡോമിനൻസ്. അതായത് പലരും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാണ്. ഈ കോഡോമിനൻസിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് കോഡോമിനൻസിന് ഏറ്റവും നല്ല ഉദാഹരണം. ഓക്കെ, ടിൽ നൗ വി വർ ഡിസ്കസിങ് crosses where the F1 resembled either of the 2 parents or was in between. അപ്പോൾ either of the parents എവിടെയായിരുന്നു? ഡോമിനൻസിലാണ് either of the parents. ഇനി 2ൻ്റെ ഇടയിലുള്ള സാധനം റെഡ്
വൈറ്റ്, രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് പിങ്ക് കിട്ടി. അതെവിടെയായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോ ഡോമിനൻസ് F1 ജനറേഷൻ റിസംബിൾസ് ബോത്ത് ദ പാരൻസ്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മൾ ഡോമിനൻസ് പഠിച്ചപ്പോൾ അവിടെ F1 ജനറേഷൻ ഇറ്റ് റിസംബിൾഡ് എയ്തർ വൺ ഓഫ് ദ പാരൻറ്റ്, ഒന്നെങ്കിൽ ടോൾ അല്ലെങ്കിൽ ഡോർഫ്. എവിടെ? കംപ്ലീറ്റ് ഡോമിനൻസിൽ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലോ രണ്ട് പാരൻസിനെ അല്ല, അതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു പ്രത്യേക ഫീനോടൈപ്പാണ് എക്സിബിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ കോ ഡോമിനൻസിൽ രണ്ട് പാരൻസിനെയും F1 ജനറേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? റിസംബിൾ ചെയ്യും. ഓക്കെ. A good example is different types of red blood cells that determine ABO blood grouping in human beings. ABO blood grouping in human beings is controlled by gene I. I gene ആണ് നമ്മുടെ ABO blood grouping കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. Plasma membrane of the RBCs has got sugar polymers that protrude from its surface and the kind of sugar is controlled by the gene. അപ്പോൾ ആ ജീൻ ഐക്ക് ഇവിടെ 3 അല്ലീലാണ്. ഏതൊക്കെയാണ്? IA, IB, II. IA എന്താ ചെയ്യുന്നത്? അലീൽസ് IA ആൻഡ് IB പ്രൊഡ്യൂസ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോം ഓഫ് ദ ഷുഗർ, വൈൽ അലീൽ I ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ. അപ്പോൾ IAയും ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, IBയും ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ദ ഡിഫറൻസ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ഷുഗർ. റൈറ്റ്? ഓക്കെ. സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ IA ആൻഡ് IB. പക്ഷേ ആ സ്മോൾ I എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? ഷുഗറേ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. നൗ ഈച്ച് പേഴ്സൺ possesses any two of the three I gene alleles, IA and IB, are completely dominant over small I. Okay. അപ്പോൾ ഇവിടെ ഈ IA and IB they are completely dominant over small I. ഓക്കെ. ഈ 3 ഹ്യൂമൻ ബീങ്സ് ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആയതുകൊണ്ട് ഈ 3 അല്ലീലിലും ഒരു വ്യക്തിയിൽ കാണില്ല. കാരണം നമ്മൾ ഡിപ്ലോയിഡ് ആണ്. നമുക്ക് എപ്പോഴും എന്തുണ്ടാവുള്ളൂ? ഒരു ജീൻ്റെ 2 അല്ലീൽ മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇൻ എ പോപ്പുലേഷൻ, നമ്മളൊരു പോപ്പുലേഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ 3 അല്ലീലൊക്കെ ഉണ്ടാകും. ഒരു പോപ്പുലേഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കതിന് 3 അല്ലീൽ കിട്ടും. പക്ഷേ ഞാനൊരു ഇൻഡിവിജ്വലിലേക്ക് നോക്കുമ്പോൾ ഒരു ജീനിൻ്റെ 2 അല്ലീൽ മാത്രമേ ഒരു പേഴ്സണിൽ കിട്ടൂ. അതായത് എൻ്റെ ബോഡി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്നെങ്കിൽ എനിക്ക് ഇതിനകത്ത് IA ആൻഡ് IB കിട്ടും, അല്ലെങ്കിൽ IB ആൻഡ് സ്മോൾ I കിട്ടും, അല്ലെങ്കിൽ IA ആൻഡ് സ്മോൾ I കിട്ടും. അല്ലാതെ IAയും IBയും സ്മോൾ Iയും 3ഉം ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടില്ല. Right? So each person possesses any two of the 3 I gene alleles, IA and IB are completely dominant over small I. അപ്പോൾ ഇതിൽ IAയും സ്മോൾ ഐയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് എടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ഡോമിനൻസ് തന്നെയാണ്. ഇവിടെ IAയും IBയും തമ്മിലാണ് എന്ത് വരുന്നത്? കോ ഡോമിനൻസ് വരുന്നത്. നിങ്ങൾ ആ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. എനിക്കിവിടെ 3 അല്ലീൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? IA, IB and small I. When you consider IA and small I, that is not codominance. When you consider IB and small I, that is also not codominance. But when you consider IA and IB, that is the example for codominance. ഓക്കെ. അപ്പോൾ അതിൽ ഏതൊക്കെ 2 അല്ലീൽ എടുക്കുമ്പോഴാണ് അത് കോഡോമിനൻ്റ് ആയി മാറുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. Now, when IB and I are present, IB expresses. അപ്പോൾ IBയും സ്മോൾ ഐയും വരുമ്പോൾ IB എക്സ്പ്രസ് ചെയ്യും. IAയും സ്മോൾ ഐയും വരുമ്പോഴും IA എക്സ്പ്രസ് ചെയ്യും. പക്ഷേ IAയും IBയും വരുമ്പോഴോ? But when IA and IB are present together, they both express their own types of sugars. This is because of codominance. Hence, red blood cells have both A and B type of sugars. Since there are 3 different types of alleles, there are 6 different combinations of these 3 alleles that are possible, and therefore a total of 6 different genotypes of the human ABO blood types. അപ്പോൾ എനിക്ക് എത്ര ജീനോടൈപ്പ് പോസിബിൾ ആണ്? 3 ജീനോടൈപ്പ് പോസിബിൾ ആണ്. ഇതിൽ നിന്ന് എത്ര ഫീനോടൈപ്പ് കിട്ടുന്നുണ്ട്? 3 ഫീനോടൈപ്പ് നമുക്ക് ഇവിടുന്ന് ആൻസറിൽ വരുന്നുള്ളൂ. ഓക്കെ, 4 ഫീനോടൈപ്പും എത്ര ജീനോടൈപ്പും? A total of 6 different genotypes is possible. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ IAയും IAയും കമ്പൈൻ ചെയ്തു. എന്ത് കിട്ടി? IA അത് A ആണ്, A ബ്ലഡ് ഗ്രൂപ്പ്. അല്ല IAIB അതെന്താണ്? കോഡോമിനൻസ്. IAIB 2 പേരും വന്നു. സോ അത് AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി വീണ്ടും IA സ്മോൾ I അതെന്താണ്? ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. സോ ഐ എം ഗെറ്റിംഗ് അഗെയിൻ A ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടെ വീണ്ടും IB ആൻഡ് IA വീണ്ടും കോഡോമിനൻസ്, AB ബ്ലഡ് ഗ്രൂപ്പിംഗ്. IB again B. Okay, IB and small I again B. Small I again O. Right? അപ്പോൾ എനിക്ക് എത്ര ഫീനോടൈപ്പ് കിട്ടി? A, B, AB and O. 4 ഫീനോടൈപ്പും 6 ജീനോടൈപ്പും. ശരിയല്ലേ?
എ ടോട്ടൽ ഓഫ് 6 ഡിഫറെൻറ്റ് ജീനോടൈപ്സ്. യെസ്, ഓക്കെ. അങ്ങനെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 ഫീനോടൈപ്പും 6 ജീനോടൈപ്പും 4 ഫീനോടൈപ്പും. ഓക്കെ. ഡു യു റിയലൈസ് ദാറ്റ് ദ എക്സാമ്പിൾ ഓഫ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഓൾസോ പ്രൊവൈഡ്സ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്പിൾ അല്ലീൽസ്? ശരിയല്ലേ? ഇവിടെ 3 അല്ലീൽസ് ഉണ്ട്. സോ ABO ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോട്ട് ഓൺലി ആൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ അല്ലീൽസ്. എനിക്കിവിടെ IA ഉണ്ട്, IB ഉണ്ട് ആൻഡ് സ്മോൾ I ഉണ്ട്. ഇപ്പോൾ ടോളും ഡോർഫും എടുത്തപ്പോൾ എനിക്ക് ക്യാപിറ്റൽ T സ്മോൾ T മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2 അല്ലീൽസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഐ എം ഹാവിങ് മോർ ദാൻ 2 അല്ലീൽസ് and that is why I call them multiple alleles. Here you can see that there are more than 2, that is 3 alleles governing the same character. അതായത് ബ്ലഡ് ഗ്രൂപ്പിനെ ഗവേൺ ചെയ്യുന്നത്, ഞാനൊരു പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്ന ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് മോർ ദാൻ 2, 3 alleles ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സിൻസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓൺലി 2 alleles can be present, multiple alleles can be found only when population studies are made. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വ്യക്തിയെ എടുത്ത് ഞാൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കുമ്പോൾ അവിടെ ഒരിക്കലും എനിക്ക് എന്ത് കിട്ടില്ല, 3 അല്ലീൽസ് കിട്ടില്ല. യു വിൽ ഫൈൻഡ് ദിസ് മൾട്ടിപ്പിൾ അല്ലീൽസ് ഓൺലി വെൻ യു കണ്ടക്ട് എ പോപ്പുലേഷൻ സ്റ്റഡീസ്. ഒക്കേഷണലി എ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ 1 എഫക്റ്റ്. ഓക്കെ. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് ഈസ് കൺട്രോൾഡ് ബൈ 1 gene. It has 2 alleles, capital B and small b. Starch is synthesized effectively by capital B homozygotes and therefore large starched grains are produced. In contrast, small b homozygotes have lesser efficiency in starch synthesis and produce smaller starch grain. After maturation of the seed, capital B seeds are round and small b are wrinkled. അപ്പോൾ capital B round ആണ്, small b wrinkled ആണ്. Heterozygotes produce round seeds and so B seems to be the dominant allele. But the starch grains produced are of intermediate size in capital B small b seeds. So if starch grain is considered as a phenotype, alleles show incomplete dominance. Okay, simple അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോമിനൻസ് ഈസ് നോട്ട് ആൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ ഓർ ദ പ്രോഡക്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ഇൻഫർമേഷൻ ഫോർ. ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ആസ് മച്ച് ഓൺ ദ ജീൻ പ്രോഡക്റ്റ് ആൻഡ് ദ production of a particular phenotype from this product as it does on the particular phenotype that we choose to examine. In case of more than one phenotype is influenced by the same gene. ഒരു ജീന് എപ്പോഴും എന്താകണമെന്നില്ല. ഡോമിനൻസ് എന്ന് പറയുന്നത് ആരുടെയും ഒരു കുത്തക അവകാശമൊന്നുമല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീനോടൈപ്പ് മാറുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരു ജീൻ എന്ത് ചെയ്യുന്നുണ്ടാവും, മോർ ദാൻ 1 ഫീനോടൈപ്പ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ എപ്പോഴും ഇവൻ എന്തായിരിക്കണമെന്നില്ല, ഡോമിനൻ്റ് ആയിരിക്കണമെന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീനോടൈപ്പിനനുസരിച്ച് ഇവരുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീനോടൈപ്പ് അനുസരിച്ച് ഇയാളുടെ ഡോമിനൻസും എന്ത് ചെയ്യും, വേരി ചെയ്യും. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ ഒന്നും കൂടെ നോക്കാം. എ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ 1 എഫക്റ്റ്. ഒരു ജീൻ പ്രോഡക്റ്റ് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർ സിന്തസിസ് എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ് ഈസ് കൺട്രോൾഡ് ബൈ 1 ജീൻ. ആ ജീൻ ക്യാപിറ്റൽ ബി ആണെന്ന് വിചാരിക്കുക. സ്റ്റാർച്ച് സിന്തസിസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബി ഉണ്ട്, സ്മോൾ ബി ഉണ്ട്. നൗ സ്റ്റാർച്ച് സിന്തസിസ് ഇഫക്റ്റീവ്ലി ബൈ ക്യാപിറ്റൽ ബി ഹോമോസൈഗോട്ട്. അപ്പോൾ ക്യാപിറ്റൽ ബി വരുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്, ലാർജ് ഗ്രെയിൻസ് ആണ് എനിക്ക് കിട്ടുന്നത്. ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. In contrast, small b homozygotes have lesser efficiency in starch synthesis and produce smaller starch grain. After maturation, capital B seeds are round, small b seeds are wrinkled. Right? Heterozygotes produced round seeds. And so capital B seems to be the dominant allele, but the starch grains produced are of intermediate size in capital B small b. അപ്പം ഞാൻ അവിടെ സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സൈസും നോക്കാം, അതിൻ്റെ ഷേപ്പും നോക്കാം, റൗണ്ട് അല്ലെങ്കിൽ റിങ്കിൾഡ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് സൈസും വന്നിട്ടുണ്ട്. അതേ ക്യാപിറ്റൽ ബി സ്മോൾ ബിക്ക് എന്തും വന്നിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റ് സൈസും വന്നിട്ടുണ്ട്. അപ്പം ഫീനോടൈപ്പ് വേരി ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡോമിനൻസിലുള്ള നേച്ചർ മാറിയിട്ടുണ്ട്. ആ ക്യാപിറ്റൽ ബി എല്ലായിടത്തും എന്താകണമെന്നില്ല, ഡോമിനൻ്റ് ആകണമെന്നില്ല. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫീനോടൈപ്പ് മാറുന്നതനുസരിച്ച് അതിൻ്റെ രീതിയും മാറാം. അതെപ്പോഴും എന്ത് കാണിക്കണമെന്നില്ല, അതിൻ്റെ ഡോമിനൻസ് കാണിക്കണമെന്നില്ല. അതിൻ്റെ ഡോമിനൻസ് ഇറ്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ജീനിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമല്ല. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫീനോടൈപ്പ് മാറുന്നതനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡോമിനൻസ് മാറും. അതാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഡോമിനൻസ് ഈസ് നോട്ട് ആൻ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ ഓർ ദ പ്രോഡക്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് ഇൻഫോർമേഷൻ ഫോർ.
It depends as much on the gene product and the production of a particular phenotype from this product as it does on the particular phenotype that we chose to examine. അപ്പോൾ ഞാൻ എക്സാമിൻ ചെയ്യുന്ന ഫീനോടൈപ്പും കൂടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻ കേസ് മോർ ദാൻ വൺ ഫീനോടൈപ്പ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സെയിം ജീൻ. അപ്പം ഒരേ ജീൻ തന്നെ മോർ ദാൻ വൺ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ടൈമിൽ അവിടെ ഡോമിനൻസ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ദ ഓട്ടോണോമസ് ഫീച്ചർ ഓഫ് എ ജീൻ. Okay, now the next topic that we are going to study is inheritance of two genes. All right, we'll study it after a break.